ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ തമ്പനിയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊരു കസ്റ്റാർഡ് മിൽക്ക് ഷേക്കാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ. നമ്മൾ സാധാരണ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രഷ് ലൈമോ ലൈം ജ്യൂസോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഷാർജ ഷേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി നമ്മളെപ്പോഴും ഉണ്ടാക്കാതെ നമുക്ക് വേറെ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഷേക്കാണ് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. അല്ലെ, ഒന്നല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധാരണ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ച് നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷേക്കാണ് നമ്മളുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് നമ്മളിവിടെ സിമ്പിൾ റെസിപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളാകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മിൽക്കും കസ്റ്റാർഡ് പൗഡറും, വേറെ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും, വേറെ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. നമ്മൾ ഈ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ഏതൊരാൾക്കൊരു ബിഗിനർ, കുക്കിങ്ങിൽ അത്ര വലിയ പരിചയം ഇല്ലാത്ത ഒരാൾക്ക് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്കിൻ്റെ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. സാധാരണ നമ്മൾ ഈ മുസ്ലിംസ് നോമ്പുതുറയുടെ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയും 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ പാല് കുറച്ച് തിക്കായിട്ട് എടുക്കണമെങ്കിൽ ഒരു പാക്കറ്റ് പാല് മാത്രം യൂസ് ചെയ്യുക, വെള്ളം യൂസ് ചെയ്യേണ്ട, തിക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 ഗ്ലാസ് കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടുന്നതിന് നമ്മൾ പാലിൻ്റെ അളവ് കൂട്ടുക. കസ്റ്റാർഡ് പൗഡർ കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഡബിൾ ആളുകളും കൂടി ആണെങ്കിലും കസ്റ്റാർഡ് പൗഡർ ഒരു 1/2 ടീസ്പൂണും കൂട്ടിയാൽ മതിയായിരിക്കും. പക്ഷേ പാലിൻ്റെ അളവാണ് നമ്മൾ കൂട്ടേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പാലൊരു 4 ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂട്ടിയെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മിൽമ പാക്കറ്റ് പാലാണ്. നിങ്ങൾക്ക് വേറെ ആൽമണ്ട് മിൽക്കൊക്കെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കൂടുതൽ ഇതായിരിക്കും നല്ലത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മളിതിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓൺ ആക്കാതെയാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് ഇടുക. കാര്യം ഫ്രൂട്ട് കസ്റ്റാർഡ് ഒരു ടൈം ഉണ്ടാക്കിയപ്പോഴത്തേക്കും നമുക്ക് കട്ടയായിപ്പോയി കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാനാണ് നമ്മളിവിടെ ഫ്ലെയിം ഓൺ ആക്കാതെ ഇത് മിക്സ് ചെയ്തിട്ട് പയ്യെ ഫ്ലെയിം ഓൺ ആക്കി വിടുന്നത്. ഇത് നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡിനാണെങ്കിലും എന്തുണ്ടാക്കാനാണെങ്കിലും കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ എന്തിലേക്കാണോ ഇടുന്നത് അതിലേക്ക് ഇടില്ല. പകരം എന്തോരം പൗഡറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച്, അതൊന്നും പേസ്റ്റ് പരുവത്തിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പരുവത്തിലാവണ വിധം കുറച്ചൊരു 4-5 സ്പൂൺ പാലിട്ട് അത് നന്നായിട്ട് ആ ഒരു ചെറിയ ബൗളിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഏതിലേക്കാണോ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുക അതിലേക്ക് ആഡ് ചെയ്യാറുള്ളത്. ഫ്രൂട്ട് കസ്റ്റാർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അങ്ങനെ ആഡ് ചെയ്യാറ്. അതുപോലെ തന്നെ ആഡ് ചെയ്യുക, പക്ഷേ ഫ്ലെയിം ഓൺ ആക്കാതെ. ചൂട് പാലിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വേറെ നമ്മൾ മിക്സാക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡിലൊക്കെ കട്ട പിടിച്ചാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ടിട്ട്. നമ്മുടെ ഷേക്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇതിൽ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ വേറെ കുറച്ച് 3 സ്പൂൺ പാലിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടിയില്ലാതെ നമ്മൾ പെട്ടെന്ന് മിക്സ് ആയിക്കോളൂ. പാലിന് ചൂടില്ലാത്തത് കൊണ്ടിട്ടാണ്, അതെനിക്ക് കുറച്ച് നാൾ മുന്നേ ആണ് കേട്ടോ മനസ്സിലായത്. അപ്പോൾ പാലിൽ ചൂടില്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് ചെറിയ പാലിൽ മിക്സാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സാണ് നമ്മൾ ആ ചൂടാക്കാതെ വെറുതെ വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് പാലിൽ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിരിക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 2 സ്പൂൺ തന്നെ ധാരാളം, നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിക്കോളും ഞാൻ എടുത്തിരിക്കുന്ന അത്രയും പാലിന്. നിങ്ങൾ പാല് കൂടുതൽ എടുക്കുകയെങ്കിൽ അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ നമ്മളിവിടെ കസ്റ്റാർഡ് പൗഡർ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പതുക്കെ തെറിപ്പിച്ചൊഴിക്കാതെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ടയൊന്നും പിടിക്കില്ല, കാര്യം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലല്ലോ. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം
നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നിർത്തരുത്. എങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മിക്സ് ആയെങ്കിൽ പിന്നെ നിർത്തിയാലും കുഴപ്പമില്ല. പക്ഷെ നിർത്താതിരിക്കാൻ നല്ലത്. ഇങ്ങനെ കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഉണ്ട പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഫ്രൂട്ട് സാലഡ് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ അത് കട്ട പിടിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട്. പക്ഷെ നമ്മുടെ ഈ ജ്യൂസിന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതൊരു ക്രീമി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ എന്തോരം പാല് ചേർത്തു, അതുപോലെ തന്നെ കസ്റ്റാർഡും വെള്ളമായിട്ട് തന്നെയാണ് ചേർത്തത്. പക്ഷെ ചൂടിലിരുന്ന് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാവും നമ്മുടെ കസ്റ്റാർഡ്. അപ്പോൾ അതുവരെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ്സ് ഇളക്കിക്കൊണ്ടിരിക്കാം. ആദ്യം കുറച്ച് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കാര്യം തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കസ്റ്റാർഡ് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ക്രീമി കൺസിസ്റ്റൻസിയിൽ ആയിക്കോളും. നമ്മൾ നന്നായിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കലാണിപ്പോൾ. ഈ ടൈമിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് എന്തെങ്കിലും ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ആഡ് ചെയ്യണം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ടൈമാണിത്. പക്ഷെ ഞാനിവിടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്കിതിൽ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റാണ് ഹൈലൈറ്റഡ് ആയിട്ട് എടുത്തേക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വേറൊന്നും ചേർക്കാതെ ഇത് തന്നെ നമ്മൾ ഷേക്കായിട്ട് കുടിക്കുന്നു. വേറെ നിങ്ങൾക്ക് ബൂസ്റ്റ് ഓർ ഹോർലിക്സ് ഒക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ടേസ്റ്റ് കൂട്ടാൻ ഇതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ ഈ ടൈമിലാണ് നമ്മളതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പാല് വേവിക്കുമ്പോഴാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അത് പോരെ നമുക്കൊരു 20 മിനിറ്റ്സോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട് സാലഡിനൊക്കെയുള്ള ക്രീമില്ല, ആ ക്രീം പോലെ തന്നെ ആയിക്കോട്ടെ, എന്നാലും നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഷേക്ക് രൂപത്തിലാകും. നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടണം നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കൂടുതൽ ചേർക്കാതിരിക്കുന്നതുകൊണ്ട് ഇതായിരിക്കും നമ്മൾ കുടിക്കുക. അപ്പോൾ നല്ല ക്രീമി ആയാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കലായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ക്രീമി ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. കാര്യം ആ ലിക്വിഡ് കൺസിസ്റ്റൻസി മാറും. കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് അലിഞ്ഞ് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഷുഗർ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് ഷുഗറിൻ്റെ ടേസ്റ്റ്, ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ കുത്തല് പോലെ നമുക്ക് മധുരം നിൽക്കും. അങ്ങനെ ചേർക്കരുത്. അധികം ആവാനും പാടില്ല, കുറച്ച് കൂടുതൽ കുറവാവാനും പാടില്ല. അപ്പം നമുക്ക് പാകത്തിന്, ഇപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. വലിയ സ്പൂൺ, ഈ സ്പൂൺ ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ നിങ്ങളും ചേർത്താൽ മതി. ഞാനിവിടെ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ എന്തോ ഒന്നും കൂടി കാണിച്ചു തരാം. ആ സൈസ്, ഈ ഒരു സൈസ് 1 സ്പൂൺ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഞാനിവിടെ 3 പ്രാവശ്യം കാണിച്ചെങ്കിലും നിങ്ങൾ 3 സ്പൂണൊന്നും ആയിന്ന് വിചാരിക്കണ്ട. ആകെ ആ ഒരു വലിയ സ്പൂൺ 1 സ്പൂൺ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡ്. ഇത്രയും ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്രീമി ആയിട്ട് കിട്ടണം വരെ ഒന്ന് ഇളക്കിയിരിക്കാം. പിന്നെ നമ്മൾ അധികം നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെ ഇരുന്ന് കുറച്ച് തിക്കായിക്കോളും. ഇത് നമുക്കിനി ആറാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറും തോറും ഇതൊന്നും കൂടി തിക്കാവുള്ളൂ. ആ കാര്യം ഓർത്ത് ആരും പേടിക്കേണ്ട. പിന്നെ ലൂസാവോ അല്ലെങ്കിൽ പിന്നെ കട്ട പിടിക്കുമെന്നൊന്നും ഇതാക്കണ്ട. ഇപ്പോൾ ഇരിക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ചൂടാറുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ട പിടിക്കും എന്നുള്ളൂ. തിക്കാവും എന്നുള്ളൂ, കട്ട പിടിക്കില്ല. കുറച്ചും കൂടി തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ കസ്റ്റാർഡ് കട്ട പിടിക്കാതിരിക്കുക. കസ്റ്റാർഡ് പൗഡർ ഇടുമ്പോൾ ഉള്ളത് കട്ട പിടിക്കാതിരിക്കുക. വേറെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഇടുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ആണെങ്കിലും നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണെങ്കിലും അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം സക്സസ് ആയിട്ട് കിട്ടിക്കോളും. ആ ഫ്രൂട്ട് കസ്റ്റാർഡ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെ വേണം ഫുൾ മിക്സ് ചെയ്യാൻ. ആദ്യം കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്ത്
കുറച്ച് പാലിൽ ഞാൻ നേരത്തെ എടുത്ത കുഞ്ഞു ബൗളിൽ, അതായത് നമ്മൾ എത്ര സ്പൂണാണോ കസ്റ്റാർഡ് പൗഡർ എടുക്കുക, 2 3 സ്പൂൺ എടുക്കാം, ആ സ്പൂണിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് അത് കുറച്ച് ക്രീം ആവാൻ പറ്റിയ രീതിയിൽ ഒരു 2 3 4 സ്പൂൺ പാലൊഴിക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേറെ എന്തോരം പാലിലാണോ ഇതെടുക്കുക അത് ഫ്ലെയിം ഓൺ ചെയ്യാതെ ഒരു പാനിൽ എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ആക്കിയ ആ ഒരു സംഭവം, ആ ഒരു മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ വിചാരമാണ് നമ്മളിപ്പോൾ കസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഫ്രൂട്ട് കസ്റ്റാർഡാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. മിൽക്ക് ഇത് ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പോൾ നമ്മൾ ആറാൻ വെച്ചതാണ് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ. അത്യാവശ്യം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് അത്യാവശ്യം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം. അത് ചൂട് അത്യാവശ്യം കുറഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ. ചൂടോടുകൂടി തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രീസറിൽ വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചൂടോടുകൂടി വെച്ചാൽ നമ്മുടെ കൺസിസ്റ്റൻസിയിൽ തന്നെ ചേഞ്ച് ചെയ്യും. നിങ്ങൾ പെട്ടെന്ന് തണുത്തതായിട്ട് കസ്റ്റാർഡ് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ നിങ്ങൾ ചേർക്കരുത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് തണുപ്പിച്ച്, അതായത് ഒരു നല്ല ഐസായിട്ട് എടുത്തിട്ട്, ഷേക്കിൻ്റെയൊക്കെ ഐസായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് എടുക്കുക. കൂടുതൽ നേരം പുറത്ത് വെച്ചിട്ട് കൂടുതൽ നേരം എടുക്കാൻ നിൽക്കരുത്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലോസ് ചെയ്തിട്ട് ഒരു മൂടി വെച്ച് ഈ പ്ലേറ്റ്, നമ്മൾ ഏത് പ്ലേറ്റിലാണോ വെക്കുന്നത് അത് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഈ പാത്രം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് 2 ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റി, സ്മെല്ലൊക്കെ വെറുതെ സൂപ്പർ. ഇനി നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ ബദാം യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സും ആണ് ഇട്ടിരിക്കുന്നത്. ഉണക്കമുന്തിരിയും നമ്മുടെ അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിന് പുറമെ നിങ്ങൾക്ക് ബദാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീഡ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മളെപ്പോഴും ചൂടുകാലം ആകുമ്പോഴത്തേക്കും ഫ്രഷ് ലൈമും ഷാർജ ഷേക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂഷ്വലി എല്ലാവരും ഉണ്ടാക്കുന്ന ഷേക്ക് ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവരും ഈ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കുടിച്ച്, ചൂടത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് ചീത്തയാക്കണതിന് നല്ലതാണ്. നമ്മളൊരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും ആ പൗഡർ. അപ്പോൾ നമുക്കൊരു 2 സ്പൂണൊക്കെ മതിയായിരിക്കും. ഒരു 4 മെമ്പേഴ്സൊക്കെ ഉള്ളൊരു ഫാമിലിയിലേക്കാണെങ്കിൽ ഈ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് 2 സ്പൂൺ, ഒരു ചെറിയ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ പാൽ നമ്മളെപ്പോഴും വീട്ടിൽ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്കായിരിക്കും നമ്മുടെ ഈ വേനൽക്കാലത്തിനെ ശമിപ്പിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കുടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വേറെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഫ്രഷ് ലൈമൊക്കെ കുടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ ഡ്രിങ്ക്സ് നമ്മൾ കുടിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൂട്ട് സലാഡ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും. കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അതേ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഷേക്കെന്നോ ജ്യൂസെന്നോ അത് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അതുണ്ടാക്കി നോക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.